CBSE സ്കൂളുകളിലെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പുസ്തകങ്ങൾക്ക് കടുത്ത ക്ഷാമം. 3-6 ക്ലാസുകളിലെ പുസ്തകങ്ങൾ NCERT അച്ചടിച്ചിട്ടേയില്ല. സംസ്ഥാനത്ത് NCERT പുസ്തകങ്ങൾക്ക് കടുത്ത ക്ഷാമമാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പുസ്തകങ്ങളും കിട്ടാനില്ല. 3-6 ക്ലാസുകളിലെ പുസ്തകങ്ങളുടെ അച്ചടി പോലും അനിശ്ചിതത്വത്തിലാവുന്നതോടുകൂടി അനധികൃത അച്ചടിയും വിതരണവും സംസ്ഥാനത്ത് വ്യാപകമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. CBSE സ്കൂളുകളിലെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ പുസ്തകങ്ങൾക്കാണ് കടുത്ത ക്ഷാമം. 3-6 ക്ലാസുകളിലെ പുസ്തകങ്ങൾ NCERT അച്ചടിച്ചിട്ടേയില്ല. ഈ അവസരം മുതലെടുത്ത് പുസ്തകങ്ങളുടെ അനധികൃത അച്ചടിയും വിതരണവും വ്യാപകമാവുകയാണ്. വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള പുസ്തക ലോബിയാണ് ഇതിന് പിന്നിൽ. നിയമവിരുദ്ധമാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനുള്ള, അതായത് പകർപ്പവകാശം കൊടുത്തിട്ടൊന്നുമില്ല. അതുപോലെ അവൈലബിൾ അല്ലാതെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ബൈൻഡ് ചെയ്ത് കുട്ടികൾക്ക് നമ്മൾ ഷെയർ ചെയ്യുക. അതല്ലാതെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഒരു അവകാശം ആർക്കും തന്നെയില്ല. 3, 6, 9, 11 ക്ലാസുകളിലേക്കുള്ള പുസ്തകങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി പ്രകാരം മാറ്റമുണ്ടാകുമെന്ന് NCERT നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ മാറ്റമുണ്ടായത് 3, 6 ക്ലാസുകളിലെ പുസ്തകങ്ങൾക്കാണ്. മാറ്റമുള്ള ഈ പുസ്തകങ്ങൾ എന്ന് അച്ചടിച്ചെത്തും എന്നതിൽ വ്യക്തതയില്ല. അതിനിടെ കേന്ദ്രീയ വിദ്യാലയത്തിലും നവോദയയിലും ക്ലാസ് ഏപ്രിലിൽ തുടങ്ങിയതാണ്. പുസ്തകമില്ലാതെ പഠിപ്പിക്കേണ്ട ഗതികേടിലാണ് ഇവിടെ അധ്യാപകർ. അനധികൃത പുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും NCERT കേൾപ്പിക്കുന്നത് കനത്ത പ്രഹരമാണ്. സ്കൂൾ തുറക്കാൻ 22 ദിവസം മാത്രം ശേഷിക്കെ പുസ്തകം ലഭിക്കാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലയുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ. ലേബി സജീന്ദ്രൻ, സ്കൂൾ തുറക്കുന്നു. 10ാം ക്ലാസ്സിലൊക്കെ പല സ്കൂളുകളും തുറന്നു കഴിഞ്ഞിരിക്കുന്നു, CBSE സ്കൂളുകളൊക്കെ. ഇവിടെ NCERTയുടെ കാര്യത്തിൽ എന്താണ് ഇത്ര വലിയ ഒരു അലംഭാവമുള്ളത് ഈ ഒരു വിഷയത്തിൽ? നേരത്തെ അച്ചടിച്ച പുസ്തകങ്ങൾ വിതരണം ചെയ്യേണ്ടതല്ലേ? വലിയ ദൗർലഭ്യമാണ് അനുഭവപ്പെടുന്നതല്ലേ? ഡോക്ടർ അരുൺ, തീർച്ചയായും സംസ്ഥാനത്ത് മുഴുവനായി ഈ CBSE പുസ്തകങ്ങൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പുസ്തകങ്ങൾക്ക് വലിയ ക്ഷാമമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, പുസ്തകങ്ങൾ സാധാരണഗതിയിൽ തന്നെ NCERT അടിച്ച് വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ നോർത്ത് ഇന്ത്യൻ പുസ്തക ലോബി സജീവമാണ്. കേരളത്തിലെ പല വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ നോർത്ത് ഇന്ത്യൻ പുസ്തക ലോബി സ്വകാര്യ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു രീതി കാലാകാലങ്ങളായിട്ടുണ്ട്. ഇത് NCERTക്ക് കനത്ത പ്രഹരമാണ് കാലങ്ങളായി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ NCERTയുടെ പുസ്തക വിതരണം ഇതുപോലെ താറുമാറായാൽ അവിടെ തഴച്ചു വളരുക സ്വാഭാവികമായും ഇത്തരം പുസ്തക ലോബികൾ തന്നെയായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണ് ഈ ഒരു ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഒരു കാരണമുണ്ട്. നമ്മൾ നേരത്തെ ഇപ്പോൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ 3, 6, 9, 11 ക്ലാസ്സുകളിലെ പുസ്തകത്തിന് മാറ്റമുണ്ടാകും എന്നുള്ള സർക്കുലർ നേരത്തെ CBSE സ്കൂളുകളിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതാത് സ്കൂളുകൾ ഈ ക്ലാസ്സുകളിലേക്കുള്ള പുസ്തകങ്ങൾ ശേഖരിച്ചു വെച്ചില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ശേഖരിക്കുന്ന പതിവുണ്ട്, ശേഖരിച്ചു വച്ചില്ല. മാറ്റമുണ്ടാകുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് 3, 6 ക്ലാസ്സുകളിലെ മാത്രം പുസ്തകങ്ങളെ മാറുന്നുള്ളൂ എന്ന സർക്കുലർ വീണ്ടും വന്നത്. അതോടുകൂടി പുസ്തകം അന്വേഷിച്ചു തുടങ്ങിയപ്പോഴേക്കും പുസ്തക വിപണിയിൽ പുസ്തകങ്ങളില്ല എന്നുള്ള പ്രതികരണമാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പുസ്തക കടകളിൽ നമ്മൾ പല കടകളിൽ ഇന്നലെ അന്വേഷിച്ചു, എല്ലായിടത്തും ഷോർട്ടേജാണ് പുസ്തകങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, കേന്ദ്രീയ വിദ്യാലയം അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസ് ഏപ്രിൽ തുടങ്ങുന്നതാണ്. ഏപ്രിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് അവർക്ക് അവധി വരുന്നത്. ഈ കാലത്ത് പഠിപ്പിക്കാൻ മാർഗമില്ലാതെ അധ്യാപകരും പറയുന്നു. അതായത് 3ാം ക്ലാസ്സിലെ പുസ്തകത്തിന്റെ അച്ചടി നടന്നിട്ടില്ല, അതായത് ഏതായിരിക്കും സിലബസ് എന്നതിന്റെ രൂപരേഖ പോലും ഇല്ലാതെയാണ് അധ്യാപകർ പല ക്ലാസ്സിലും ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇതുണ്ടാക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനില്ല. NCERT 1 മുതൽ 10 വരെയുള്ള പുസ്തകങ്ങളുടെ കാര്യത്തിൽ വലിയ ക്ഷാമമുണ്ട്. അതേസമയം തന്നെ ഈ ക്ഷാമം മുതലെടുക്കാൻ വേണ്ടി സ്വകാര്യ പുസ്തക പ്രസാധകരും ഒപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ ലോബിയും ശക്തമായി മാർക്കറ്റിൽ ഇടപെടുന്നുണ്ട് എന്നാണ് ലേബി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ തുക നൽകിയായിരിക്കണം ഇത്തരം പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുക. NCERTയുടെ പുസ്തക വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നു. വലിയ ക്ഷാമമുണ്ട് മാർക്കറ്റിൽ. 3, 6 ക്ലാസ്സിലെ പുസ്തകം കിട്ടാനില്ല. 1 മുതൽ 10 വരെയുള്ള പുസ്തകങ്ങൾക്കും കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നു എന്നാണ് ലേബി റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും.